ശ്രീ മഹേഷ്, അതായത് 8 വർഷം ദിലീപ് എന്ന നടന് അദ്ദേഹത്തിൻ്റെ പീക്കിൽ നഷ്ടമായി എന്നാണല്ലോ. അതുപോലെ തന്നെ മറുവശത്തും സംഭവിച്ചിട്ടുണ്ട്. ആ താരത്തിനും ഈ അതിജീവിതയ്ക്കും 8 വർഷങ്ങൾ 8.5 വർഷത്തോളം നഷ്ടമായിരിക്കുന്നു. അവരനുഭവിച്ച വേദനകൾ, കാരണം കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണല്ലോ. 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. ആ കുറ്റം അനുഭവിച്ചതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ, അതിനെ അതിജീവിക്കാനുള്ള ശ്രമം, അവർ ആ നടിക്കും അവർക്കൊപ്പം ഉണ്ടായിരുന്നവർക്കും ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടി വരുമല്ലോ. നോക്കൂ, 2017 ജൂലൈ 2 പൾസർ സുനി ദിലീപിൻ്റെ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലെത്തിയെന്ന് പോലീസിന് തെളിവ് ലഭിക്കുന്നു. പിന്നെ 2 or 3 വട്ടം അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളുന്നു. അതുമാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ ദിലീപ് കുറ്റക്കാരനാണ് എന്നതിന് തെളിവുണ്ടെന്ന് ഹൈക്കോടതി 2017 ജൂലൈ 24 നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് പറയുന്നു. നോക്കൂ, അപ്പോൾ എവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അതാരും പറയാതെ പോകുന്നത്? അല്ല, ഇതിനകത്ത് അതിജീവിതയ്ക്കുണ്ടായ അനുഭവത്തെപ്പറ്റി ആർക്കും ഒരു സംശയമില്ല. അവരോട് ഉള്ള ആ ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അവർക്ക് വന്നത് വളരെ ഭയങ്കരമായ ഒരു അത്യാഹിതം തന്നെയാണ്. പക്ഷേ ഇവിടെ ദിലീപിനെ പ്രതി ചേർക്കുന്നിടത്താണ് നമുക്ക് വ്യത്യസ്തമായ ഒരു ഇതുള്ളത്. ഇവിടെ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയില്ല, വേറെ പല കാര്യങ്ങൾക്കും ഒക്കെ പോയി. ഇത് എന്താ പറയേണ്ടത്, ഇവർ കൊടുക്കുന്ന തെളിവുകൾ അനുസരിച്ചിട്ടാണ് അന്നൊക്കെ ഇത് എടുത്തുകൊണ്ടിരുന്നത്, അല്ലാതെ മൊത്തത്തിലുള്ള വിസ്താരം കേട്ടിട്ടല്ലല്ലോ. അന്നന്ന് ഈ പോലീസ് അവിടെ കൊടുക്കുന്ന കേസ് ഡയറിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് അന്നൊക്കെ 3 പ്രാവശ്യമാണ് തള്ളിയത്. 3 പ്രാവശ്യം തള്ളി 87 ദിവസത്തോളം അദ്ദേഹം അകത്ത് കിടന്നു. ഇപ്പോൾ ഇതെല്ലാം ചോദിക്കുന്നവർക്ക് ഈ 87 ദിവസം ഇദ്ദേഹം കിടന്നതിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തിന് പോയ ആ 87 ദിവസം മാത്രമല്ല, 8.5 വർഷം, അങ്ങ് 8 വർഷം എന്നാണ് പറഞ്ഞല്ല, 8.5 വർഷത്തിലേറെ ഇദ്ദേഹം അനുഭവിച്ച യാതന നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ കൂടെ വക്കീൽ സാറും ഉണ്ട്, സെൻകുമാർ സാറും ഒക്കെ ഉണ്ട്. നമ്മളൊരു പ്രോസിക്യൂട്ടർ എന്തായിരിക്കണം? എൻ്റെ ഒരു അറിവനുസരിച്ച് പ്രോസിക്യൂട്ടർ സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുന്ന ആളും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾ, വാദിക്കോ പ്രതിക്കോ എന്നുള്ളതല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആളായിരിക്കണം. ഇവിടെ ആദ്യത്തെ 2 പ്രോസിക്യൂട്ടർമാർ പോയിട്ട് മൂന്നാമത് വന്ന പ്രോസിക്യൂട്ടർ ഈ പ്രോസിക്യൂട്ടർ ആകുന്നതിന് തൊട്ട് മുമ്പ് നിരന്തരം ദിലീപിനെതിരെ വന്ന് പല ചാനലുകളിൽ വന്ന് ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാളുടെ വാക്കിനെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ എങ്ങനെയാണ് ക്രെഡിബിലിറ്റിയിൽ എടുക്കുക? അദ്ദേഹം പിന്നെ വന്നിട്ട് സത്യസന്ധനായ പ്രോസിക്യൂട്ടറാണെന്ന് പറഞ്ഞിട്ട് വന്ന് ഈ പ്രോസിക്യൂഷൻ വാദിച്ചാൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കിലെ നമ്മൾ ക്രെഡിബിലിറ്റിയിൽ എടുക്കും? ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഇഷ്യൂ തന്നെയാണ്. ഈ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റഡാണ്. ഇതൊന്നും കോടതി സ്വീകരിക്കില്ല എന്ന് ഈ അന്വേഷണം നടത്തിയ പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദിലീപിനെ കൊണ്ട് പെടുത്തുക തന്നെയായിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും മൊത്തം കേസ് വാദിച്ചിട്ടില്ലല്ലോ. അതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇതെന്താണ്? ലോകത്ത് തന്നെ ആദ്യം അറിയപ്പെടുന്ന രീതിയിലുള്ള ഫോണിൽ കൂടെയുള്ള കൊട്ടേഷൻ ബലാത്സംഗം, ഭയങ്കരമായിട്ടുള്ള ഒരു കേസിന് ഹൈപ്പ് കൂട്ടിയ സംഭവമാണ്. അവിടെ അത്ര പെട്ടെന്നൊന്നും അഥവാ ശിക്ഷിച്ചാൽ ഒരു പക്ഷേ 20 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവേണ്ട കേസ് അതിന് അത്ര പെട്ടെന്നൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ 87-90 ദിവസം വരെ നീണ്ടുവരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഈ വിധി കഴിയുമ്പോഴേയും അദ്ദേഹത്തിനടക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കിടക്കേണ്ടി വന്നേക്കാം. അതിനു മുമ്പ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ, വാദം തുടങ്ങിയിരുന്നെങ്കിൽ. അപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു ചെറിയ കണിക ഉള്ളതുകൊണ്ട് മാത്രമാണ് 87-ാം ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങി വരാൻ പറ്റിയത്. ഈ 87 ദിവസം മാത്രമല്ല, ഈ 8.5 വർഷം മാത്രമല്ല, ഈ 8.5 വർഷം കൊണ്ട് മലയാള സിനിമയ്ക്ക് നഷ്ടമായ സിനിമകൾക്ക് കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറയാമെങ്കിൽ ഇതിൻ്റെ ഈ പോലീസ് ആൾക്കാർ ഈ എന്താ പറയേണ്ടത്, ഇവർക്കെതിരെ പിന്നെ എന്താ പറയേണ്ടത്, നിയമ നടപടി എടുക്കണം. പെൻഷൻ കിട്ടിയവരുടെ പെൻഷൻ തടഞ്ഞത് തന്നെ പിന്നെ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.